പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നാം LDF സർക്കാരിനെ കേരളത്തിലെ സാമൂഹ്യനീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ ദിവസങ്ങളിലെ $1 മില്യൺ ക്വസ്റ്റ്യനാണ്. മറ്റന്നാൾ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ 3-ാം ദിവസം പരസ്യപ്രചാരണം സമാപിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തതിൻ്റെ അടുത്ത ദിവസം, അതായത് ഈ മാസം 9-ാം തീയതി വോട്ടെടുപ്പാണ്. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ഇത്രയും ദിവസം കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞത് അത് നമ്മുടെ കൺമുന്നിൽ വിരൽത്തുമ്പിലെത്തിയിരിക്കുന്നു. തീരുമാനമെടുക്കുകയും വിധി എഴുതുകയും ചെയ്യേണ്ട അതിനിർണായകമായ സമയം. ഈ സമയത്ത് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ്. മൂന്നാം LDF സർക്കാർ വരണം എന്നാഗ്രഹിക്കുന്നത് സാമൂഹ്യനീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു രാഷ്ട്രീയ ദൗത്യമായി മാറുന്നത്? സാമൂഹ്യനീതി എന്ന് പറയുന്നത് നിയമപരമായ നീതിയുടെയും സ്വാഭാവിക നീതിയുടെയും എല്ലാ നീതികളുടെയും മാതാവാണ് ആണല്ലോ. അങ്ങനെയുള്ള സാമൂഹ്യനീതിയിൽ വിശ്വസിക്കുന്നവർ അടിസ്ഥാനപരമായി കാണുന്നൊരു കാര്യമുണ്ട്. എന്താണ്? മഹാത്മജി പറഞ്ഞത് തന്നെയാണത്. മഹാത്മജി മുതൽ ഇങ്ങേ അറ്റത്ത് EK നായനാർ വരെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? സമൂഹത്തിലെ സാധാരണക്കാരുടെ പാവങ്ങളിൽ പാവങ്ങളുടെ മുഖമായിരിക്കണം ഒരു ഭരണാധികാരി, ഒരു രാഷ്ട്രീയ നേതൃത്വം ഏത് തീരുമാനമെടുക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരണയും പ്രചോദനവുമായി മാറേണ്ടത്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ, ഞാൻ ഭരിക്കുമ്പോൾ, എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ, എൻ്റെ മുന്നണി ഭരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത്? അതിനുള്ള നയപരമായ തീരുമാനം പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്തുണ്ട് എന്നത്, അല്ലെങ്കിൽ LDF സർക്കാരുകളുടെ കാലത്തുണ്ട് എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരണം എന്ന് സാമൂഹ്യനീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അവർ അതിനുവേണ്ടി കാത്തിരിക്കുന്നതും വിശ്വാസികളാണെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും. നോക്കൂ, 2016 മുതൽ 2021 വരെ ഭരിച്ച ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 600 പ്രകടന പത്രികാ വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 580 നടപ്പാക്കിക്കൊണ്ടാണ് 2021 LDF ജനങ്ങളെ സമീപിച്ചത്. ഇതൊരു കൊട്ടത്താപ്പ് കണക്കല്ല. 2021 പ്രകടന പത്രികയുടെ ആമുഖത്തിൽ LDF തന്നെ കൃത്യമായി എഴുതി ചേർത്ത കാര്യമാണ്. 600-ൽ 580 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നു. 2021 പ്രകടന പത്രിക എന്ന് പറയുന്നത് അതിൻ്റെ ഹൈലൈറ്റ് 50 പരിപാടിയായിരുന്നു. അതിൽ ഏറ്റവും ഒന്നാമത്തേതായി വന്നത് 5 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിൽ. 20 ലക്ഷം പേർക്ക് നേരിട്ടുള്ള തൊഴിലല്ല. അതിനാണ് നമ്മൾ കേരളത്തെ LDF സർക്കാർ ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായി രൂപപ്പെടുത്തും എന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി KDSKിൻ്റെയും നോളജ് ഇക്കോണമി മിഷൻ്റെയും ഉൾപ്പെടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയ ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സജി ഗോപിനാഥ് ഒരു മാസം മുമ്പ് മലയാളം വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അതിന് വിശദാംശങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ കാലത്ത് തൊഴിൽ രൂപപ്പെടുന്നത്, എത്ര പേര് എവിടെയൊക്കെ ഏത് രീതിയിലൊക്കെ തൊഴിൽ നേടിയിരിക്കുന്നു, ആ തൊഴിലുകൾ കേരളത്തിൻ്റെ വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സഹായിക്കുന്നു, എങ്ങനെ ഡിജിറ്റൽ സർവകലാശാല പോലുള്ള സർവകലാശാലകൾ ഒരു പൈസ പോലും ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങാതെ സ്വന്തമായി ശമ്പളം കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് വിശദാംശങ്ങൾ. അപ്പോൾ ആ 50 പരിപാടിയിൽ ഒന്നാമത്തെ ഇനം തന്നെ വലിയ വിജയകരമായി മാറിയതിൻ്റെ ഒരു വലിയ അന്തരീക്ഷമുണ്ട് കേരളത്തിൽ. കേരളം ഒരുപക്ഷേ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണത്. പക്ഷേ കേരളം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, അതിലേക്ക് നമ്മൾക്ക് വരാം. എന്താണത്? അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും എന്ന് 2021 പ്രകടന പത്രികയിൽ LDF പറഞ്ഞു. അത് 2025 നവംബർ 1 കേരളപ്പിറവി ദിനമാണല്ലോ, കേരളം പിറന്ന ദിനമാണല്ലോ നവംബർ 1. 2025 കേരളപ്പിറവി ദിനത്തിൽ അത് നടപ്പാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം, 2021 പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ശേഷം പിന്നീടുള്ള 5 വർഷം, പിന്നീടുള്ള 4 വർഷം, 2025 നവംബർ 1 വരെയുള്ള 4 വർഷം വെറുതെ ഇരുന്നിട്ട് ആ പറഞ്ഞ തീയതിക്ക് ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നില്ല.
മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അതിനെക്കുറിച്ചിട്ട് വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റും അവരെഴുതിയ ലേഖനവുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എങ്ങനെയാണ് കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറിയത് എന്നതിൻ്റെ നടപടികൾ, അതിൻ്റെ ചട്ടപ്പടിയുള്ള ഓരോ ചവിട്ടുപടികൾ, അതിലേക്ക് നമ്മൾ എത്തിയതിൻ്റെ ആ കഠിനാധ്വാനം, കഠിന പ്രയത്നം, അതിൻ്റെ രൂപരേഖ, എങ്ങനെയാണ് കേരളം ഒരു തീരുമാനമെടുത്ത് പാവങ്ങളിൽ പാവപ്പെട്ടവർ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന തീരുമാനത്തെ ഇച്ഛാശക്തിയോടെ നടപ്പാക്കിയത്. അത് 2025 നവംബർ 1 കേരള പിറവി ദിനത്തിൽ കേരളം പ്രഖ്യാപിച്ചു. ഇപ്പോൾ 2021-26 ഗവൺമെൻറ്റിൻ്റെ സമാപനമാണ്. 16ാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 2026 മെയ് അവസാനം മുതൽ 2031 ഏപ്രിൽ വരെയുള്ള ഗവൺമെൻറ്റാണ് ഇനി വരാൻ പോകുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം, ആ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ, ആ ഗവൺമെൻറ്റിൻ്റെ ഹൈലൈറ്റ്സ് എന്തായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന പ്രകടന പത്രികയാണ് 3 ദിവസം മുമ്പ് LDF പുറത്തിറക്കിയത്. ആ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പല കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു കാര്യം കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് തൊഴിലില്ലായ്മ ഇല്ലാതാക്കുമെന്നും അതിദരിദ്രരില്ലാത്ത കേരളം ഉണ്ടാകുമെന്നും പറഞ്ഞ അതിൻ്റെ തുടർച്ചയായ ഒരു കാര്യമാണ് പാവങ്ങളില്ലാത്ത കേരളം. കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില കടലാസ് ബുദ്ധിജീവികൾ പറയുന്നത് പോലെ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന വിഖ്യാതമായൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ഇങ്ങനെ കുറേ ഏട്ടിലെ പശുക്കളുണ്ട്. അവർ പുല്ല് തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, മാവോ സേതുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മത്സ്യങ്ങളെപ്പോലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും അവരുടെ ഗവൺമെൻറ്റിനും അവരുടെ പാർട്ടിക്ക് മുന്നണിക്കും അറിയാം എങ്ങനെ പാവങ്ങൾ ഉണ്ടാവുന്നു, എങ്ങനെ പാവങ്ങൾ ഒരു സമൂഹത്തിൽ ഇല്ലാതാവണം, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് സാമ്പത്തികവും സാമൂഹികവും ഒക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കടലാസ് ബുദ്ധിജീവികൾ പറയുന്നത് പാവങ്ങൾ എന്ന വാക്ക് നിഘണ്ടുവിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ എന്നാണ്. അത് ഒരേ സമയം പാവങ്ങളെ അവഹേളിക്കുന്നതും പാവങ്ങളുടെ സാമൂഹ്യമായ ഒരു അസ്തിത്വം, എന്നാൽ പാവങ്ങളായി തന്നെ എല്ലാ കാലത്തും തുടരണം എന്ന സ്ഥിതി ഒഴിവാക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നവരെ കൂടി അവഹേളിക്കുന്ന ഒരു ഇടപെടലാണ് ഡിലീറ്റ് ചെയ്താൽ മതി വാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈലൈറ്റ് അതല്ല. ഈ സർക്കാർ മൂന്നാമത് വരുമ്പോൾ അല്ലെങ്കിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കൃത്യമായി പറയുന്നൊരു കാര്യം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാമൂഹ്യ നീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുകയും പറയുകയും ഉറപ്പാക്കുകയും ചെയ്യുന്ന കാര്യം, പാവങ്ങളില്ലാത്ത കേരളത്തിലേക്ക് 1, 2, 3 എന്ന് എണ്ണിക്കൊണ്ട് ഓരോ കാര്യങ്ങളായി നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് കേവലം ഒരു പ്രഖ്യാപനത്തിനപ്പുറം നടപടികളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ഓരോരോ സ്വാഭാവിക തടസ്സങ്ങളുണ്ട്. അതിൽ ഭരണപരമായ തടസ്സങ്ങൾ, രാഷ്ട്രീയമായ തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ, സാങ്കേതികമായ തടസ്സങ്ങളൊക്കെയുണ്ട്. ആ തടസ്സങ്ങളെല്ലാം ജനപക്ഷ നിലപാട്, ജനപക്ഷ രാഷ്ട്രീയം എന്ന ഇച്ഛാശക്തി കൊണ്ട് ഓരോന്നിന് അതിൻ്റെ സാങ്കേതികത്വം കൊണ്ട്, നിയമപരമത കൊണ്ട്, ഭരണപരമായ സാധ്യതകളുണ്ട് മറികടന്നുകൊണ്ടാണ് നടപ്പാക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അനാവശ്യമായ നിയമങ്ങൾ കാലക്രമേണ ഒഴിവാകുന്നത് കണ്ടിട്ടില്ലേ? ഓരോ ജനപക്ഷ ഗവൺമെൻറ്റുകൾ വരുമ്പോഴും നമ്മൾ ഒരു പക്ഷേ 1957-ലോ 47-ലോ ഉള്ള എല്ലാ നിയമങ്ങളും ഇപ്പോഴില്ല. അതെങ്ങനെയാണ്? കാലക്രമേണ ഒഴിവാക്കി പോകുന്നതാണ്. ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത, ഒരു നാടിന് ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഇല്ലാതാകുന്നത് പോലെ നാടിന് പുതുതായി വേണ്ട കാര്യങ്ങൾ നടപ്പാകും. അങ്ങനെ നടപ്പാകുമ്പോൾ പാവങ്ങളില്ലാത്ത കേരളവും യാഥാർത്ഥ്യമാകും. പാവങ്ങളില്ലാത്ത കേരളത്തിലേക്ക് 16ാം നിയമസഭയിലൂടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 3ാം LDF സർക്കാർ വരണം എന്ന് ആഗ്രഹിക്കുന്ന, സാമൂഹ്യനീതിയിൽ വിശ്വസിക്കുന്ന കേരളം തീരുമാനമെടുക്കുന്ന ദിവസമാണ് 3 ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്ന ഏപ്രിൽ 9. ഏപ്രിൽ 9-ന് വേണ്ടി കേരളം കാത്തിരിക്കുന്നത് ഈ തീരുമാനത്തോടുള്ള പ്രതീക്ഷയും ആഗ്രഹവും ഉറപ്പും കൊണ്ടുകൂടിയാണ്. നന്ദി, നമസ്കാരം.